thing. So ഇന്നത്തെ വീഡിയോ a very simple and easy exercise video ആണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫിറ്റ് ആണെന്ന് ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കാരണങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ എക്സസൈസ് വെച്ച് തുടങ്ങാം. പിന്നെ ഈ എക്സസൈസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും ട്രെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ എന്നും ലൈഫ് ലോങ് ഹെൽത്തിയും ഫിറ്റും നല്ല ഷേപ്പുള്ള ബോഡിയും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ എക്സസൈസും അതുപോലെ തന്നെ ഹെൽത്തിയായിട്ടും ഒരു റൂട്ടീനായിട്ട് തന്നെ മാറണം. ഓക്കെ, അപ്പൊ ഡയറ്റ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. എക്സസൈസസ് നിങ്ങളുടെ ലൈഫിലെ ഒരു ഭാഗമായി മാറണമെങ്കിൽ ഈ എക്സസൈസസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത് നിങ്ങൾക്കൊരു റൂട്ടീൻ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ഇത് അത്രയും സിമ്പിൾ ആണ്. പിന്നെ ഈ എക്സസൈസ് ആർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. പിന്നെ ഇതൊരു റീപോസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പൊ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്യാണ്. So without much delay, let's begin with our Monday fitness video. So let's begin with wrist exercises. Do it for 10 times. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്ത എക്സസൈസ് wrist rotation ആണ്. ഒരു 5 times ചെയ്യുക. 1, 2, 3, 4, 5. ഇനി റിവേഴ്സ് ചെയ്യുക. Again for 5 times. 1, 2, 3, 4, 5. Change. 1, 2, 3, 4, 5. Change again. 1, 2, 3, 4, 5. Change once more. 1, 2, 3, 4, 5. ഇനി അടുത്ത എക്സസൈസ് ഫുൾ ഹാൻഡ് സ്ട്രെച്ചസ് ആണ്. Do it for 10 times. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Change to next exercise. Raise your hands upwards. 1, 2, 3, 4, 5. Change to next exercise. 1, 2, 3, 4, 5. ഇനി reverse. 1, 2, 3, 4, 5. നല്ലോണം സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ബ്രീതിങ് എക്സസൈസ്. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, exhale, inhale, exhale. One last time. Inhale and exhale. Okay, very good. Don't stop. ഇനി അടുത്തത് neck exercises ആണ്. 5 times ചെയ്യുക. 1, 2, 3, 4, 5. Okay, switch to next exercise. 1, 2, 3, 4, 5. അടുത്തത് നെക്ക് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുക. ഇതൊരു 5 times ചെയ്യുക. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രീതിങ് ശ്രദ്ധിക്കണം. നെക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ എക്സ്ഹേൽ ചെയ്യുക. നെക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഫുൾ ഹെഡ് റൊട്ടേഷൻ ആണ്. പതുക്കെ ചെയ്യുക ഫോർ 5 times. ലെറ്റ്സ് ബിഗിൻ. 1, കണ്ടില്ലേ, സ്ലോ ആയിട്ട് ചെയ്യണം. 2 and 3, 4. Slowly. One last time. 5 and relax. ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ ഡോണ്ട് സ്റ്റോപ്പ്. അടുത്ത എക്സസൈസ് ലഞ്ചസ് പൊസിഷനിൽ നിൽക്കുക. റൈറ്റ് ലെഗ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് മുന്നിലേക്ക് സ്വിങ് ചെയ്യുക ഫോർ 5 times. 1, 2, 3, 4, 5. ഇനി സൈഡിലേക്ക് സ്വിങ് ചെയ്യുക. 1, 2, 3, 4, 5. ഇനി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക ഫോർ 5 times. 1, 2, 3, 4, 5. ഇനി റിവേഴ്സ് ആന്റി ക്ലോക്ക് വൈസ് 5 times റൊട്ടേറ്റ് ചെയ്യുക. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ. ഇനി ഈ സെയിം എക്സസൈസ് തന്നെ അടുത്ത സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് മുന്നിലേക്ക് സ്വിങ് ചെയ്യുക ഒരു 5 times. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. 1, 2, 3, 4, 5. ഇനി സൈഡിലേക്ക് സ്വിങ് ചെയ്യുക. 1, 2, 3, 4, 5. ഇനി ക്ലോക്ക് വൈസ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുക ഫോർ 5 times. 1, 2, 3, 4, 5. ഇനി റിവേഴ്സ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക 5 times. 1, 2, 3, 4, 5.
ഇനി അടുത്ത എക്സസൈസ് 1 ഹാൻഡ് റൊട്ടേഷൻ ആണ്. ലെഫ്റ്റ് ഹാൻഡ് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക ഫോർ 5 ടൈംസ്. 1 2 3 4 5. ഇനി ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക 1 2 3 4 5. ഇതുപോലെ തന്നെ അടുത്ത കൈയിലും റിപ്പീറ്റ് ചെയ്യുക. ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക 5 ടൈംസ്. 1 2 3 4 5. ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക 1 2 3 4 5. ഓക്കെ, അടുത്തത് 2 ഹാൻഡ് റൊട്ടേഷൻ ആണ്. സോ രണ്ട് കൈകളും ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക ഫോർ 5 ടൈംസ്. 1 2 3 4 5. ഇനി ഫ്രണ്ടിലേക്ക് 1 2 3. കൈകൾ നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഗുഡ് ജോബ്. നിങ്ങളുടെ ബോഡി ഇപ്പം നല്ലോണം വർക്ക്ഔട്ട് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, കീപ് ഗോയിങ്. അടുത്ത എക്സസൈസ് ചെസ്റ്റ് എക്സ്പാൻഷൻ എക്സസൈസ് ആണ്. ഡു ഇറ്റ് ഫോർ 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്ത എക്സസൈസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡ് 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10 and relax. നെക്സ്റ്റ് എക്സസൈസ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അപ്പർ ബോഡീനെ ഒന്ന് ലൂസ് ആക്കി വിട്ടാൽ നിങ്ങൾക്ക് സൈഡിലേക്ക് നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു 5 ടൈംസ് ഹോൾഡ് ചെയ്യുക പൊസിഷനിൽ ആൻഡ് ദെൻ കം ബാക്ക് ടു നോർമൽ സ്റ്റേറ്റ്. സോ ഡു ഇറ്റ് ഫോർ 5 ടൈംസ്. 1 and 2 and 3 and 4 and 5. നിങ്ങൾക്ക് എത്രത്തോളം സൈഡിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതി. ഇനി അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് ഒരു 5 ടൈംസ് ചെയ്യുക. പതുക്കെ റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ ലെറ്റ്സ് ബിഗിൻ. 1 2 3 4 5. ഇനി ആന്റി ക്ലോക്ക് വൈസ് 5 ടൈംസ്. 1 2 3 4 5. ഓക്കെ, ഇതോടെ ഹിപ്പ് എക്സസൈസസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോകാം. ഇപ്പൊ ചെയ്യുന്ന എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ് ഭാഗത്തേക്കുള്ള ഇതിലൂടെയാണ് എല്ലാ മസിൽസിൻ്റെയും ഇത് പോകുന്നത്, നെർവ്സ് പോകുന്നത്. അപ്പം അതിനെ മൊത്തം സ്ട്രെച്ച് ചെയ്യിപ്പിക്കുന്ന മോഡ് ഓഫ് സ്ട്രെച്ചിങ് ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കാല് ആദ്യം നമ്മൾ അകത്തി വെച്ചിട്ട് ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലത്തെ കൈ എടുത്ത് തങ്ങളുടെ നേരെ ബാക്കിൽ ഇങ്ങനെ വെക്കണം. ഇടത്തെ കൈ ഇങ്ങനെ ബാക്കിൽ പ്ലേസ് ചെയ്ത് വെക്കുക. ദെൻ വലത്തെ കൈയുടെ ഈ എൽബോ ഭാഗം ഈ മുട്ടിന്റെ ഇടത്തെ മുട്ടിന്റെ ഇതിലേക്ക് മുട്ടിക്കണം. അപ്പൊ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ 1 2 ഇത് 10 ടൈംസ് ചെയ്യുക. 3 4 5 6 7 8 9. One last time. 10 and relax. ഇനി അടുത്ത എക്സസൈസ് again for 10 times ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Change to next exercise. Okay, let's begin. 1 2 3 4 5 6 7 8 9 10. അടുത്തത് കാലുകൾ ഈ രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് അപ്പർ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് താഴത്തേക്ക് ബെൻഡ് ചെയ്യുക. ഇതുപോലെ ഇവിടെ ബ്രീതിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്തേക്ക് പോകുമ്പോൾ എക്സ്ഹേൽ ചെയ്യുക, മുകളിലേക്ക് വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. സോ ലെറ്റ്സ് ഡു ദാറ്റ്. 1 and 2 and 3 and 4. One last time. 5. അടുത്തത് കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് മുട്ടുമടക്കാതെ താഴത്തേക്ക് ബെൻഡ് ചെയ്യുക. ടോസ് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്താൽ മതി. ഇവരൊക്കെ കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ ടോസ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളും നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ ഇവരെ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ 5 ടൈംസ്. 1 2. മുകളിലേക്ക് വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക, താഴത്തേക്ക് പോകുമ്പോൾ എക്സ്ഹേൽ ചെയ്യുക. ദാറ്റ്സ് 3 and 4. ലാസ്റ്റ്ലി 5. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നില്ലേ?
ഓക്കെ, ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാം അപ്പ് സ്ട്രെച്ചസ് ആണ്. ഇനി നമ്മൾ അപ്പർ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. സോ ട്രെയിനർ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കൂ. അപ്പർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. പതുക്കെ ചെയ്യുക, സഡൻ മൂവ്മെന്റ്സ് ഒന്നും പാടില്ല. സോ ലെറ്റ്സ് ഡു ദിസ് എക്സസൈസ് ഫോർ 10 times. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. 1 2, കൈകൾ ബാക്കിലേക്ക് നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. 3 4 5 6 7 8 9 and lastly 10. Now relax. അടുത്ത എക്സസൈസ് നേരെ നിന്നുകൊണ്ട് മുട്ടുമടക്കാതെ ടോസ് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് മുന്നേ ചെയ്ത സെയിം എക്സസൈസ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ബ്രീതിങ്ങും നല്ലോണം ഫാസ്റ്റ് ആവണം. താഴെ പോകുമ്പോൾ എക്സേൽ ചെയ്യുക, മുകളിലേക്ക് വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. So let's do it for 10 times. 1 2 3 4 5 6 7 8 9 and 10. അടുത്തത് ആക്ച്വലി നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡൽ നിൽക്കുക. എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു ഡാൻസിന്റെ പോസിലൊക്കെ ഇത് വരും. ദെൻ കൈ രണ്ടും ഇങ്ങനെ വയ്ക്കും, ഒന്നിന് ഭാഗം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അയൺ ചെയ്യുന്ന പോലെ, ഇസ്തിരി ഇടുന്ന പോലെ പറയാം. ആക്ച്വലി അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് അടിയിലേക്ക് കൊണ്ടുപോയി നേരെ ഇറക്കി. Let's do that 5 times. 1 2 3 4 and lastly 5. ഇനി അടുത്ത സൈഡിലേക്ക് ചെയ്യുക. Okay, again for 5 times. ഇപ്പൊ നിൽക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് കത്തി എൽ ഷേപ്പ് വരും. ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാം. ഇപ്പൊ ബെൻഡ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് ബെൻഡ് ചെയ്ത്. Let's do that for 5 times. 1 2 3 4 and 5. അടുത്തത് ഇനി നീ എക്സസൈസസ് ആണ്. ഫസ്റ്റ്ലി നമ്മൾ നീ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലോക്ക് വൈസ് ഒരു 5 times ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 5 times ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. 1 2 3 4 5 ആൻറ്റി ക്ലോക്ക് വൈസ്. 1 2 3 4 5. Okay, change to next exercise. Do that again for 5 times. 1 2 3 4 and lastly 5. ഈ എക്സസൈസസ് കഴിഞ്ഞു. ഇനി നമുക്ക് ആങ്കിളിനുള്ള എക്സസൈസസ് ചെയ്യാം. ആദ്യം നമുക്ക് റൈറ്റ് ലെഗിൽ ഫുൾ ആങ്കിളിൻ്റെ എക്സസൈസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, 1 2 3 4 5 in reverse. 1 2 3 4 5. Change to next exercise. 1 2 3 4 5. Change to next exercise. 1 2 3 4 5. Change again to another exercise. 1 2 3 4 5. Change. 1 2 3 4 5. Okay, ഇതേ എക്സസൈസസ് തന്നെ അടുത്ത കാലിലും ചെയ്യുക. So let's begin. 1 2 3 4 5. Reverse. 1 2 3 4 5. Change. 1 2 3 4 5. Change again. 1 2 3 4 5. Change to next exercise. 1 2 3 4 5. Next change. 1 2 3 4 5 and relax. ഇനി അടുത്ത എക്സസൈസ് കാലുകൾ ബാക്കിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. For 10 times. Let's begin. 1 2 3 4 5 6 7 8 9 10 and relax. ഓക്കെ, നിങ്ങൾ ടയർഡ് ആയിട്ടില്ലല്ലോ. നമ്മൾ ഇനി ലാസ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസിലേക്ക് പോവാണ്. നിലത്ത് ഇരുന്നു കൊണ്ട് കാലുകൾ സ്ട്രെച്ച് ചെയ്തിട്ട് 2 ആങ്കിൾസും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ 5 times ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. 1 2 3
4, 5. In reverse. 1, 2, 3, 4, 5. Next exercise. 1, 2, 3, 4, 5. Next exercise. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് ലെഫ്റ്റ് ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് റൈറ്റ് ലെഗ് ഇതുപോലെ മടക്കുക. എന്നിട്ട് റൈറ്റ് ലെഗിൻ്റെ ആങ്കിൾ ഒരു 5 ടൈംസ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 5 ടൈംസും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇതേ എക്സസൈസ് തന്നെ മറ്റേ കാലിലും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ദേ ലെഫ്റ്റ് ലെഗ് മടക്കി ലെഫ്റ്റ് ആങ്കിൾ റൊട്ടേറ്റ് ചെയ്യാണ് ക്ലോക്ക് വൈസ് 5 ടൈംസ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് 5 ടൈംസ്. That is it. Wow, congratulations. നിങ്ങൾ ഇത്ര വരെ ചെയ്തല്ലോ. That is amazing. Really good job. Stay healthy and think healthy. Bye bye. Daydom, fitness is not a destination. It is a way of life. Open your eyes. Wake up. Work out. Experience our world-class gym. Cardio aerobics, Zumba, steam and sauna bath, yoga, kickboxing, salon, spa, and all complete family fitness services at Thrissur. Daydom. The life begins opposite Martha Nazarian Ebenezer Church, East Fort, Thrissur.